ഈ പലപ്പോഴും ഈ ധാർഷ്ട്യവും അഹങ്കാരവും അതായത് ഞങ്ങൾ വലിയത് എന്തോ സംഭവമാണ് നേതാവാണ് എന്നൊരു ധാരണയിൽ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ കാഴ്ചയിൽ കൂടുതലും കോൺഗ്രസിലും BJP യിലൊക്കെ ഉള്ളവരാണ്. ജനങ്ങൾക്കൊപ്പം ചേർന്ന് കുറച്ചും കൂടെ സഞ്ചരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാരായിരിക്കും. അതെന്താ രസമെന്ന് വെച്ചാൽ ഇതിനകത്ത് കാര്യം ഈ നമുക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുണ്ടാകുന്ന വിരോധം ഇതിൻ്റെ ടോപ്പിലിരിക്കുന്ന ആൾക്കാരുടെ വൃത്തികെട്ട ന്യായീകരണങ്ങളാണ്. ഇവർ എത്ര തെറ്റ് ചെയ്താലും ഈ തെറ്റിനെ ഒരിക്കലും തെറ്റായിട്ട് കാണാൻ ഇവർക്ക് പറ്റത്തില്ല. ഇവരുടെ ഒരു ഗതികേടാണ് ഈ പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ന്യായീകരിക്കണം എന്നുള്ളത്. എന്നിവരത് തിരുത്തുന്നോ അന്ന് ഏറ്റവും കൂടുതൽ പ്യൂരിഫൈ ചെയ്യപ്പെട്ട ഒരു പാർട്ടിയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറും. ഇവരിപ്പം ഇവരുടെ ഒരു കാരണം പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടി ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷെ അത് തെറ്റാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജനത്തിൻ്റെ മുമ്പിൽ വന്നിരുന്ന ഒരു വൃത്തിയുടെ ന്യായീകരണം നിരത്തുന്നതാണ് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ഈ പാർട്ടിയോട് തോന്നുന്ന ദേഷ്യങ്ങളിലൊന്ന്. പിന്നെ ഏറ്റവും ടോപ്പിലിരിക്കുന്ന ആൾക്കാരുടെ അഹങ്കാരം. ഞാൻ ഈ പറഞ്ഞത് ഒരു ലോക്കൽ സെക്രട്ടറി, ഒരു ഏരിയ സെക്രട്ടറി തൊട്ട് താഴോട്ടുള്ള ആൾക്കാർ പലപ്പോഴും അറ്റ്ലീസ്റ്റ് അവരെ വിശ്വസിക്കുന്ന ആൾക്കാർക്കിടയിലെങ്കിലും അവരിലൊരാളായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ബേസാണ് ഇവർക്കുള്ളത്. മറ്റവർ പിന്നെയും കുറച്ചുകൂടി വ്യത്യസ്തമായിട്ട് കാണിക്കും. ഇത് മാറണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് മാറി നമ്മൾ ഒരാളായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ടും ഇന്ന ആളെ ജയിപ്പിക്കണമെന്ന് തോന്നുന്നു.